ഓ മൈ ഗോഡിന്റെ വീട് വീടാന്തരം കയറിയിറങ്ങി സർവേ നടത്താനായി ടീം അംഗങ്ങളെ നിശ്ചയിക്കുകയാണ്. സാറേ, ഞങ്ങൾ ഇന്നലെ പൂർത്തിയാക്കി കാരോടും ചെങ്കൽ പഞ്ചായത്തിലെ 2 വാർഡുകൾ. അതുപോലെ ഇന്നിപ്പോൾ ഉണ്ട് മാഡം, പഞ്ചായത്ത് മെമ്പറല്ലേ? പഞ്ചായത്ത് നമ്മളെ ഉണ്ട്, ഒരു ജനപ്രതിനിധി ഉണ്ട്. ഈ ടീമിൽ വന്നുപെടുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർക്ക് വേണ്ടി ചില കെണികൾ ഞങ്ങൾ ഒരുക്കുകയാണ്. ഇന്നിപ്പം പിന്നെ നിങ്ങൾ 2 പേര്, പിന്നെ ജയിത്തും, പിന്നെ നിങ്ങൾ 2 പേരുമായിട്ട് പോകാം. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാണാം. ചേച്ചി, ചേച്ചി, നിങ്ങൾ ഏച്ചിയുടെ ഭാഗമായിട്ട് വന്നതാണ്, സർവേയുടെ ഭാഗമായിട്ട്. ഇവിടെ കോഴി അങ്ങനെയൊക്കെ ഉണ്ടോ? കോഴിയില്ല. എന്താ ഉള്ളേ? ആടുണ്ട്. എത്ര ആടുണ്ട്? പശു ഉണ്ടോ? പശുവില്ല. തൊഴുത്തൊക്കെ എങ്ങനെയാണ്? പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് തന്നെയാണോ? അല്ല, പഞ്ചായത്തിൽ നിന്ന് ഇപ്പൊ കോഴിയൊക്കെ അനുവദിച്ച് തരുന്നുണ്ട് കേട്ടോ. കിട്ടൂല. തൊഴുത്തൊന്ന് കാണാനായിട്ട് പറ്റുമോ? കോഴിയൊക്കെ കൊടുക്കുന്നുണ്ട് പഞ്ചായത്തിൽ നിന്ന്. അപ്പൊ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു പെറ്റീഷൻ എഴുതി കൊടുത്താൽ മതി. ഇവിടെ ഭയങ്കര വള്ളിപ്പുലി ശല്യമാണ്. ഇവിടെയാണോ? മലക്കറിയൊക്കെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണോ? ഇല്ല, പൈസ കൊടുത്ത് വാങ്ങിയത്. ശരി ശരി. എന്തോ അപ്പുറത്ത് അതിലോട്ടിരുന്നു. വെള്ളം കുടിച്ചു മാഡം? വെള്ളം കുടിച്ചു. കുടിച്ചോ? വെള്ളം കുടിച്ചോ? ഹലോ ചേട്ടാ, ഞാനത് എന്തെങ്കിലും ഇന്ന് വൈകുന്നേരത്തിനകം എന്തെങ്കിലും ചെയ്യാം കേട്ടോ. അത്രയും തരാനായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. ഞാൻ പകുതിയെങ്കിലും. ഇല്ല, ഒരിക്കലും ഇല്ല. ഇനി ഡേറ്റ് മാറ്റി പറയില്ല. ശരി. ഞാൻ രാവിലെ തൊട്ടേ ഒന്നും കഴിച്ചില്ല. ഫുഡ് ഞാൻ കഴിക്കാൻ കൊണ്ടുവന്നു. കഴിച്ചല്ല? ഈ കോള് വന്നുകൊണ്ടിരിക്കുന്നു. ഫോണ് കയ്യിൽ വെച്ചേ. അതെടുക്കാതിരിക്കുന്നതാണ്. ആർക്കെങ്കിലും പൈസ ഇടപെടാ? അങ്ങനെയില്ല. എന്നാലും നമ്മൾ ഇത് തന്നെ, നമ്മൾ ഇതുപോലെയൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്നവര് തന്നെ. എൻ്റെ മോൻ തന്നെ 30,000 രൂപ വരെ ശമ്പളം വാങ്ങണവനാണ്. നമ്മളും ഇതുപോലെയൊക്കെ തന്നെ ബുദ്ധിമുട്ടണതാണ്. പലിശക്കടങ്ങളും ലോണും അങ്ങനെയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഉണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മളെ പോലുള്ളവർക്ക് ഒരുപാടാണ്. അതാണ് നമുക്ക് ഏറ്റവും വലിയ വിഷമം. ദാരിദ്ര്യ ദുഃഖമല്ല വിഷമം, ഈ സാമ്പത്തിക ബുദ്ധിമുട്ട്. ദാരിദ്ര്യം നമുക്ക് പട്ടിണിയായാലും കിടക്കാം. മറ്റൊരാൾ വിളിച്ച് നമ്മളെ വഴക്ക് പറയുമ്പോഴേ അവർ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ആ സമയത്ത് കൊടുക്കാൻ പറ്റില്ല. ആ ഒരു വിഷമം വരുമ്പോൾ നമുക്ക് പലതും ചിന്തിച്ചു പോകും. അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്ന ടെൻഷൻ അടിക്കരുത്. വിളിച്ച് നിരന്തരമായിട്ടുള്ള അവർക്ക് കിട്ടുന്നതുവരെ അവരെ നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും. അവർക്ക് പറയാൻ പറ്റണതും പറയാൻ പറ്റാത്തതും ഒക്കെ പറയും. നമ്മളതെല്ലാം ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ കളയാം. എത്ര നാളെന്നാണ് ഞാൻ. അതൊക്കെ ഒന്നുമില്ല മകളെ. അതൊക്കെ നമുക്കൊരു ജോലി, ഏതെങ്കിലും ഒരു നല്ലൊരു സ്ഥാപനത്തിൽ കയറി പറ്റാൻ നോക്കുക. എല്ലാം നമുക്ക് നടക്കും. പോസിറ്റീവായിട്ട് ചിന്തിക്കും. ഒരു കാര്യം എനിക്കിതിരി എഴുതി തരുമോ? ഇതിൻ്റെ ഞാൻ പറയാം. ഫോണില് ബിസിയാണ്. നമ്മളങ്ങനെ ആ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ? ഫോൺ ബിസിയാ വേണ്ടേ? ഒന്ന് എഴുതി. ചിത്ര എന്ന ഞാൻ സുദർശൻ മുതലാളിക്ക് എഴുതുന്നത്. ഞാൻ തരാനുള്ള 35 ലക്ഷം രൂപ. 35 ലക്ഷം? എൻ്റെ അമ്മ എൻ്റെ പേരിൽ എഴുതി വച്ചിരിക്കുന്നു 15 സെന്റ് വിറ്റിട്ടായാലും തിരിച്ചു തരും. ആദ്യം ആഹാരം കഴിക്കും, അതിനുശേഷം കഴിക്കും. ഇല്ലെങ്കിൽ കഴിക്കും. ആദ്യം ആഹാരം കഴിക്കും. ബാക്കി കാര്യങ്ങൾ ഒരു കോടിയായിരുന്നാലും
അതങ്ങ് നിർത്തും. നീ ആദ്യം കഴിക്കും. മതി. ഇല്ല, കഴിക്കും വെച്ചേ. എടുത്ത് കഴിക്കും, കളയാതെ. ഭക്ഷണത്തിൻ്റെ മുമ്പ് ഇരുന്നിട്ട് കരയും ചെയ്യരുത്, കഴിക്കണം. കളയരുത്, കഴിക്കെടുത്ത്. ഇത് എവിടെയുള്ള സുദർശൻ മുതലാളി? നമ്മുടെ അവിടെ ഏരിയയിലുള്ളത് തന്നെ. കുറച്ച് കഴിഞ്ഞ് കഴിക്കാം. ചേച്ചിയും കൂടെ വരട്ടെ. അയാൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും കൊടുക്കേണ്ടത്? എന്താ നിങ്ങൾ വസ്തു വല്ലതും വാങ്ങിയതാ? വിസയുടെ ഇതിന് എടുത്തു തരാമെന്ന് പറഞ്ഞ് ഏജന്റുമാര് വാങ്ങിക്കത്തില്ലേ, അങ്ങനെ. കടം വാങ്ങിക്കാനും കടം വാങ്ങിച്ചു തരാനും ആരും ഇല്ലായിരുന്നു. ഞാൻ തന്നെ വാങ്ങിച്ചു, ഏറ്റു. അമ്മയും അച്ഛനും ഇതിൽ പാർട്ട്ണറാ? അല്ല, അവര് എന്നെ എടുത്ത് വളർത്തിയതാണ്. അവരുടെ കാര്യം നോക്കി അങ്ങ് പോയി. ഇപ്പം നിനക്ക് ആരുമില്ല. നീ ഇപ്പം പിന്നെ എവിടെ നിൽക്കുന്നത്? ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ആനേറയായിരുന്നു വീട്, അതിൻ്റെ അടുത്താണ് സ്ഥലം. പൈസയുടെ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഇത് വന്നപ്പോൾ ദുബായി കയറി പോവാന്ന് വെച്ച് ഏജൻറ്റിനെ ഇതാക്കിയതാണ്. 35 ലക്ഷം ചോദിച്ചു. 35 ലക്ഷം ചോദിച്ചു. അപ്പം ഞാൻ ഒരു മുതലാളി പലിശയ്ക്ക് കൊടുക്കണവരില്ലേ, അവരുടെ നിന്നൊക്കെ. ഇതിപ്പോൾ എത്ര രൂപ കിട്ടും സെൻറ്റിന്? സെൻറ്റിന് എത്ര രൂപ കിട്ടുമെന്ന് അത് ഈ കോർപ്പറേഷൻ വാല്യൂ എത്രയെന്ന് നോക്കണം. അപ്പം അവരൊക്കെ മറ്റേ കൊള്ള പലിശക്കാരല്ലേ, അപ്പം അവരൊക്കെ അങ്ങനെ എടുക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ അയാൾക്ക് ഈ വസ്തുവിന് അയാൾക്ക് 5 സെൻറ്റ് പോയിട്ട് ബാക്കി 10 സെൻറ്റ് കൊടുക്കാമെന്ന് പറയത്തുണ്ട്. നാളെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് തന്നെ ഉറപ്പില്ല. അങ്ങനെ നീ ചിന്തിക്കല്ലോ. അങ്ങനെ ഞാൻ ഓർത്തിരിക്കും എന്തായാലും. മാഡത്തിൻ്റെ പേര് ശശിയല്ല. നമുക്ക് അങ്ങനെ ഒരിക്കലും ചിന്തിക്കല്ലേ. എനിക്ക് പിന്നെ അങ്ങനെയൊന്നും ചിന്തിക്കുന്നതിൻ്റെ കൂടി ഒരു താല്പര്യമില്ല. കാരണം നമുക്ക് എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവും, അതിനെല്ലാം തരണം ചെയ്യാം. ഇതെല്ലാം ഫേസ് ചെയ്യാനുള്ള ഒരു മനസ്സ് മാത്രം നമുക്കുണ്ടായാൽ മതി. ഞാൻ എന്തായിരുന്നാലും ഇതിനെ അതിജീവിക്കും എന്നുള്ള ഒരു മനക്കരുത്ത്, അതാണ് നമുക്ക്. മനക്കരുത്താണ് ഇല്ലാത്തത്. ഒരുപാട് വേണം. നമ്മൾ എന്തായിരുന്നാലും ഇതിനെ അതിജീവിക്കും. ഞാൻ ഇന്ന് നീ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ കൊടുക്കും? അറിഞ്ഞൂടാ. മരിച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, കൊടുക്കണ്ടല്ലോ. ചിത്ര അങ്ങനെ ചിന്തിക്കല്ലോ. ഒരിക്കലും ചിന്തിക്കല്ലോ. നീ പറയാത്തത് ചേട്ടാ എൻ്റെ വസ്തു വിറ്റാലേ എനിക്ക് തരാൻ പറ്റുള്ളൂ എന്നങ്ങ് പറയണം. വസ്തു വിൽക്കണ്ടെന്ന് വെച്ചാൽ അയാളുടെ പേരിലാക്കി കൊടുക്കേണ്ടി വരും. ആകപ്പാട് എൻ്റെ അങ്ങനെയല്ല. നീ അയാളുടെ പേരിൽ നീ പറയണം 10 സെൻറ്റ് കൊടുക്കാം. 15 സെൻറ്റ് ഇല്ലേ നിനക്ക്? അതിൽ 5 സെൻറ്റ് മാറ്റിയിട്ട് നീ 10 സെൻറ്റ് കൊടുക്ക്, അവൻ്റെ പേരിൽ കൊടുക്ക്. അപ്പം നിൻ്റെ ഈ ബാധ്യത അങ്ങ് തീരും. നിനക്ക് 5 സെൻറ്റ് മതി. നീ എവിടെയെങ്കിലും കേരളത്തിനകത്ത് നിനക്ക് 5 സെൻറ്റ് ഉണ്ടല്ലോ, അത് മതി. 10 സെൻറ്റ് നിൻ്റെ പേരിൽ പ്രമാണം എല്ലാം ചെയ്ത് തന്നിട്ടുണ്ടോ? 15 സെൻറ്റ് എല്ലാം ചെയ്ത്. അപ്പം നീ എന്തിന് ഇത്രയും പേടിക്കണേ? നമുക്ക് കയറി കിടക്കാൻ ഒരു 5 സെൻറ്റ് ഒരു കൊച്ചു വീടും മതി. എന്നിട്ട് നീ എവിടെയെങ്കിലും പോയി ഈ 35 ലക്ഷം രൂപയൊക്കെ വെട്ടിച്ചുകൊണ്ട് പോയവൻ രക്ഷപ്പെടുമോ? ഒരിക്കലും ഇല്ല. അല്ലെങ്കിൽ ഹലോ, ഞാനത് എന്തെങ്കിലും ചെയ്യാൻ ചേട്ടാ, എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ. ഞാൻ ഇത്ര ലക്ഷം രൂപ ഈ ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണ്? ചേട്ടൻ്റെ അടുത്തുള്ള മോളായിട്ട്. അയാൾ തന്നെയാണ് സംസാരിക്കുന്നത്? അത് അയാൾ ആൾക്കാരാ? അല്ല, അയാൾക്ക് എങ്ങനെയെങ്കിലും ഞാൻ പൈസ കൊടുത്തേ പറ്റുള്ളൂ എന്നാണ് അയാൾ പറയുന്നത്. ഞാൻ പറഞ്ഞതാണ് ഒരു പോം വഴി. 5 സെൻറ്റ് മാറ്റിയിട്ട് 10 സെൻറ്റ് വസ്തു അയാളെ പേരിൽ എഴുതി കൊടുക്കുക. അയാൾക്ക് പൈസ ആയിട്ട് തന്നെ വേണം. അയാൾക്ക് സ്ഥലം വേണ്ട. ഭയങ്കര ഇത് ചതുപ്പ് നിലവും. അപ്പം അയാളുടെ കൺസ്ട്രക്ഷൻ ഒന്നും പറ്റില്ല. നിരന്തരം ഭീഷണിയാണ്. മരണം മാത്രമേ ഇപ്പം എൻ്റെ ഫ്രണ്ടിലുള്ളൂ. അല്ലാതെ എനിക്ക് വേറെ ഒന്നും. എല്ലാവരും മുമ്പിൽ ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കുന്നതേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ചിരിക്കുന്നവൻ്റെ ഉള്ളിലാണ് ഏറ്റവും വലിയ അധികം വിഷമമുള്ളത്. അതറിയാമോ? എന്നെ വളർത്ത ആയമാർ പറയും എൻ്റെ അമ്മ വിഷം കുടിച്ചാണ് മരിച്ചതെന്ന്. എനിക്കും വിഷം കുടിക്കാനായിരിക്കും ബുദ്ധി. എണീറ്റേ. ഞാനിതാ ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് പോകും. ഈ സുദർശനം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് എവിടെ ഉള്ളത്? പേട്ടയില വലിയ അറിയപ്പെടുന്ന മുതലാളിയാണ്. അയാൾക്ക് എന്താണ് ജോലി? മലയൻകീഴ് ആ ഭാഗത്തോട്ട് എവിടെയോ കോറിയുണ്ട്, പിന്നെ ഒരുപാട് ലോറിയൊക്കെ ഉണ്ട് പുള്ളിക്ക്. എന്തോ അയാളെ പറ്റി നല്ല ഇത്. എങ്ങനെയാണ് പ്രായത്തിൽ? കണ്ട ഒരു 45 വയസ്സ് വരും. അപ്പോഴവൻ്റെ അസുഖം വേറെ ആയിരിക്കും. അങ്ങനെ എല്ലാവരും പറയണം. അവൻ്റെ അസുഖം വേറെ ആയിരിക്കും. കഴിച്ചോ ചിത്രേ? ചിത്ര കഴിച്ചില്ല. മാഡം കഴിച്ചാ? ഞാൻ രാവിലെ കഴിച്ചില്ല. നീ ഇത്ര നോക്കിയിട്ടേ നീ ആ ഫയലിംഗ്. അപ്പം ഞാൻ ആ 3 വീട് വന്ന് കയറിട്ട്. അയ്യോ, അതിലുള്ള പേപ്പർ എൻ്റെതാണ്. ഓ നമ്മൾ നോക്കിയിട്ട് ആ ഫയലിംഗ്.
ഞാനേ പോയിട്ട് വാ, പോയിട്ട് വേഗം വരണേ. എന്നിട്ട് നമുക്കിത് അവിടെ കൊണ്ടുവന്ന് സാറിനെ ഏൽപ്പിക്കാനുള്ളതാണ്. ഇത് മുഖമൊക്കെ വാടിയിരിക്കുന്ന എന്തിനാ? ചുമ്മാ കരഞ്ഞോണ്ടിരിക്കുകയാണ്. എന്തിന്? ആരോ ഫോൺ വിളിച്ചു, അതുകൊണ്ട് അങ്ങോട്ട് കരച്ചു. ആര് വിളിച്ച്? സാറ് വിളിച്ചു വല്ലതും പറഞ്ഞ? പിന്നെ അത് എന്തോ ഒരാളുമായിട്ട് എന്തോ സംസാരങ്ങളോ എന്തോന്ന് സംസാരം? സാമ്പത്തികം. ചേച്ചി എനിക്ക് വല്ലതും പറ്റിയ ചേച്ചി എന്നെ ഓർക്കോ? എന്തേലും പറ്റിയാല്? എന്തെങ്കിലും അപകടം? ഒരു പൈസയുടെ പ്രശ്നമുണ്ട്, അത് എനിക്ക് ഞാൻ പറഞ്ഞു നമുക്കിപ്പോ എല്ലാവർക്കും ഉള്ളതാണ് ബുദ്ധിമുട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. ആർക്കാണ് ബാധ്യതകളില്ലാത്തത്? ഞാൻ പറഞ്ഞു നീ ഒരു കുറച്ച് നീട്ടിയൊരു അവധി പറ. അയാൾ അവിടെ ഇന്ന് ഉച്ചയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞു. 35 ലക്ഷം രൂപയൊക്കെ ഒരാളിന് ഇന്ന് ഉച്ചയ്ക്ക് കൊടുക്കാൻ പറ്റും വൈകുന്നേരം. അല്ലെങ്കിൽ അയാളെ പേരിലെ വസ്തുവിനെ എഴുതി കൊടുക്കുക. ഈ കഥയൊക്കെ എനിക്ക് അറിയാവുന്നത് തന്നെയാണ്. നീ അതിനിപ്പൊ ടെൻഷൻ ആവുന്ന എന്തിന്? അതൊക്കെ എന്തെങ്കിലും ചെയ്യാം. കുറഞ്ഞു അതുകൊണ്ട്. എന്തോന്ന് പറഞ്ഞു? അയാളെന്തോ പറഞ്ഞെന്ന് ഫോണിലല്ലേ സംസാരിച്ചു. ചേച്ചി എല്ലായിടവും കയറിയായിരുന്നു? എല്ലായിടും. ഇനി 2-3 വീടുകൂടെ ഉണ്ട്, അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും. അപ്പം പിന്നെ എല്ലാം കൂടെ കൊണ്ടുവന്ന് നമുക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാമല്ലോ, 4 പേർ കൂടെ പോയേ. ആളുണ്ടായിരുന്നു എല്ലാ വീട്ടിലും? 4-5 വീട്ടിലേ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ബാക്കിയെല്ലാം ഇത് ഏത് വീട്ടിലെ കഥ? അയ്യോ ഇത് കഥ വേറെ. അവളത് ചിത്ര എന്ന ഞാൻ സുദർശനൻ മുതലാളി എഴുതുന്നത് ഞാൻ തരാനുള്ള 35 ലക്ഷം രൂപ എൻ്റെ അമ്മ എൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുള്ള 15 സെന്റ് വിട്ടായാലും തിരിച്ചു തരും. എൻ്റെ ചേച്ചിയായ ശശികല ചേച്ചി പേരിൽ 15 സെന്റ് എഴുതി വെക്കുന്നു. ശശികല ചേച്ചി എല്ലാം വീട്ടും. ഞാൻ മരിക്കാൻ പോവുകയാണ്. ശശികല എന്തോന്നത്? നമുക്ക് ഞാൻ പറഞ്ഞു മരിക്കാൻ നിന്റെ അടുത്ത് മരിക്കാനൊക്കെ ആര് പറഞ്ഞ്? ചേച്ചി പറഞ്ഞ? ചേച്ചി പറഞ്ഞു എന്തോന്ന് മരിക്കാൻ പറഞ്ഞ? ചേച്ചി എന്തോന്ന് ചേച്ചി? ഒരു ചേച്ചിയുടെ മോളെ പ്രായമുള്ള കൊച്ചിന്റെ അടുത്ത് മരിക്കാൻ പറഞ്ഞു? എനിക്ക് എന്റെ മക്കള് സത്യത്തിൽ സത്യത്തിൽ ഇപ്പൊ എന്നോട് പറഞ്ഞു ചേച്ചി ഇത്ര തരുമെന്ന് ചോദിച്ചു. എന്റെ അമ്മ തന്ന പൈസ ഞാൻ വസ്തു വിറ്റ് ഞാൻ തരുമെന്ന് പറഞ്ഞു. ഈ കൊച്ചിന് വല്ല കുഴപ്പമുണ്ട്? വിറ്റ് കൊടുക്കുന്നു. ചേച്ചി വിറ്റ് കൊടുക്കുമെന്നാ? ആ കൊച്ചി അയാൾക്ക് വിറ്റായാലും പൈസ കൊടുക്കാന്ന് പറഞ്ഞ് എഴുതാൻ പറഞ്ഞു എന്റെ കൂടെ. പക്ഷെ ഇതില് ചേച്ചിയുടെ പേരല്ലേ എഴുതി വെച്ചേക്കുന്ന? 15 കൊച്ചി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ അറിയണോ? ചേച്ചി എന്തോന്ന് ചേച്ചി? 15 സെന്റ് വിറ്റ് എത്ര ലക്ഷം രൂപ ഇട്ടായാലും ചേച്ചി 35 ബാക്കി ചേച്ചിക്കാ. ചേച്ചി ഇത് എന്തേര്? ഇവിടെ വസ്തു എവിടെ കിടക്കുന്നത് എനിക്ക് എങ്ങനെ അറിയാം? നല്ല സ്ഥലത്താണ് കിടക്കുന്നത്. ചതുപ്പാണ്. ഇവിടെ ഇരുന്ന് ഇത് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. കഴിക്കാൻ എടുത്ത് വെച്ചിട്ട് ഇത് ഇത്രയും പറഞ്ഞോളൂ. എന്നോട് പറഞ്ഞു ചേച്ചി എനിക്കൊരു എഴുത്തെഴുതി തരുമെന്ന് കേട്ടോ. ഞാൻ എന്തോന്നുണ്ട് സുദർശന മുതലാളി. ഞങ്ങട്ട് അത് ആര്? സുദർശന മുതലാളി അതൊന്നും എനിക്ക് അറിഞ്ഞൂടെ. ഇതിപ്പോ എഴുതി വെച്ചേക്കുന്ന ഇതിപ്പോ ഒരാളുടെ മരണക്കുറിപ്പാണ്. അതില് ചേച്ചിയുടെ പേരുണ്ട്. ചേച്ചി ഞാൻ പറഞ്ഞാ നിന്റെ പേരെന്തോന്ന്? എന്റെ പേര് മഞ്ജു. മഞ്ജു സത്യത്തില് എന്റെ 2 മക്കള് സത്യത്തില് ഞാൻ എവളെ കാണുന്നത് ഇന്ന്. എന്റെ പേരിലൂടെ ചേച്ചി സത്യം ഇടുന്ന എന്തോന്ന് ചേച്ചി? ഞാൻ പറയട്ടെ, ഒരാളിന്റെ മരണപത്രം ഞാൻ കണ്ടില്ലെന്ന് ഇപ്പോഴേ. ഇത് ആരെഴുതിയത്? ചേച്ചി എഴുതിയതാ? വേണ്ട ആരും വായിക്കണ്ട. ഇതിപ്പോ എന്റെ കൈ ഇരിക്കട്ടെ. ഇല്ല വായിച്ചല്ലോ. ചിത്ര എന്ന ഞാൻ സുദർശന മുതലാളിക്ക് എഴുതുന്നത്. ആ കുട്ടിയോട് ചോദിച്ചപ്പോ ചേച്ചി പറഞ്ഞെന്നല്ലേ പറഞ്ഞ? ഇത്രയും കടം പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞു. മരിക്കാൻ പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ. ഒന്ന് കൊണ്ടുവരാ, തെളിവ് കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞതിന് ആ കുട്ടിക്ക് 15 സെന്റ് വസ്തു കൊണ്ട് അമ്മ എഴുതി കൊടുത്തതാണ്. അമ്മ ഉപേക്ഷിച്ചു പോയി. ആ കുട്ടിയെ ഞാൻ എങ്ങനെ സംരക്ഷിക്കും? ഈ 25 ലക്ഷം രൂപ എനിക്ക് ബാധ്യതയുണ്ട്. അപ്പൊ പിന്നെ 35 ലക്ഷം രൂപ ആ കുട്ടിയുടെ വസ്തു വിറ്റാ കിട്ടുമോ? ഓ കിട്ടും. അവള് പറഞ്ഞത് കണക്കൊന്നുമല്ല. ചതുപ്പ് നിലമാണെന്നാണല്ലോ പറഞ്ഞത്. ചതുപ്പൊന്നും അല്ല, നല്ല വില കിട്ടുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിറ്റിട്ട് എന്റെ കടം കൂടെ എല്ലാം തീർക്കും. ഓ കൊള്ളാം. അപ്പൊ അത് കൊള്ളാം കേട്ടോ. നല്ല പിന്നല്ലാതെ നമ്മൾ എന്തിനാണ് ഒരു ലാഭം അല്ലാതെ ഒരു കച്ചവടത്തിന് ഇറങ്ങും? നിങ്ങൾ എന്താ അപ്പൊ ഇതിന്റെ കച്ചവടത്തിനാണ് ഇറങ്ങിയത്? ഇന്ന് എന്നോട് സർവേക്ക് വരണമെന്ന് പറഞ്ഞു. ഞാൻ സർവേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് ഈ കുട്ടി എന്നെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഒരു പേപ്പർ എടുത്ത് തന്നു. ചേച്ചി പേനയുണ്ടോ? ഓ ഉണ്ട്. എടുത്തു എഴുതി ഇത്ര എഴുതി തരണം, ഞാൻ എന്ന് മരിക്കും. ഞാൻ പറഞ്ഞു അതല്ല ഒരു സൊല്യൂഷൻ. നമുക്ക് ഒന്നെങ്കിൽ വസ്തുവിനെ ലോൺ എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇയാളെ പേരിൽ 5 സെന്റ് മാറ്റിയിട്ട് അയാൾക്ക് 10 സെന്റ് കൊടുക്കുമ്പോഴത്തേക്ക് ആ ബാധ്യത അങ്ങ് തീരുമല്ലോ.
ഇല്ല, ഞാൻ ഇന്ന് മരിക്കും. അതല്ല ഒരു സൊല്യൂഷൻ. നമുക്ക് ജീവിക്കാനുള്ള അവകാശം നമുക്ക് ഭൂമിയിലുണ്ട്. നമുക്ക് എപ്പോഴും ജീവിക്കാം. ചേച്ചി ഭൂമിയിലായാലും ചേച്ചി ഇത് എന്തോ എന്നിട്ട് എനിക്ക് അങ്ങനെ ചേച്ചിയെ കൊണ്ട് എഴുതിപ്പിച്ചപ്പോഴത്തേക്ക് ചേച്ചി പറയാൻ നീ നിനക്ക് എഴുതിക്കൂടെ? അറിയില്ലല്ലോ. അങ്ങനെ അറിഞ്ഞാലല്ലേ എനിക്ക് എഴുതണ്ടെന്ന് പറയാൻ പറ്റൂ. ചേച്ചി ഇത്ര എഴുതിട്ട് ബാക്കി എന്നോട് എഴുതാൻ പറഞ്ഞു. ഒത്തിരി എന്റെ വീടിന്റെ നടയിൽ എന്തോന്ന് എവിടെ പോയി? അല്ല ഞങ്ങൾ വന്നപ്പോൾ ആളില്ലായിരുന്നു. നിങ്ങൾ വന്നപ്പോ ആളില്ലായിരുന്നു. നിങ്ങളൊക്കെ ആരെന്നാണ് ഞാൻ ചോദിച്ചത്. ചേച്ചി എഴുതിട്ട് ബാക്കി എന്നോട് എഴുതാൻ പറഞ്ഞു. ഡേടാ ഇങ്ങനെ ഒരുത്ത ഇവിടെ നിപ്പുണ്ട്. ഹലോ, എന്റെ വീടിന്റെ ആളായിട്ട് ഈ വീടിന്റെ ഓണറാണ് നിൽക്കുന്നത്. എന്താണ് വിഷയം? എന്താണ് ചേട്ടൻ ഇവിടെ ഭയങ്കര വിഷയം ചേട്ടാ. ചേട്ടൻ ഇതൊന്നും ചേട്ടന്റെ വീട് തന്നെ നമ്മൾ ഒത്തിരി ആഹാരം കഴിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ സർവേക്ക് പോണ ആൾക്കാരാണ്. സരളയ്ക്ക് പോണതാ? ഏത് സരള? സർലല്ല കേട്ടോ, സർവേക്ക് ഇല്ലേ വീട്ടിലൊക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതാൻ വേണ്ടിട്ട്. അപ്പൊ ഇവർ രണ്ടുപേരൂടെ ഒരു സെക്ഷനും പോയി, നമ്മൾ രണ്ടും ഒരു സെക്ഷനും പോയി. അപ്പൊ ഇവള് വിളിച്ചിട്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇതെല്ലാം പേപ്പർ ഇങ്ങനെ ചെക്ക് ചെയ്യായിരുന്നു. അപ്പൊ നോക്കിയപ്പോ അതിന്റെ അകത്ത് ഇങ്ങനെ ഒരു പേപ്പർ. ഇതൊന്ന് ചേട്ടൻ വായിച്ചു നോക്കിയാണ്. ഞാൻ സൂസനം മുരളിക്ക് എഴുതുന്നത്. ഞാൻ തരാനുള്ള 32 ലക്ഷം രൂപ എന്റെ അമ്മ എന്റെ പേര് എഴുതി വെച്ചിട്ടുള്ള 15 സെന്റ് വിറ്റിട്ടായാലും തിരിച്ചു തരും. ഇത് ആര് എഴുതിയേക്കുന്ന തരാനുള്ള 30 എന്റെ അമ്മ എന്ന് പറഞ്ഞാൽ എന്റെ ആരാണ്? ഓ ഇതാ ആള്. എൻ്റെ അമ്മ 15 സെന്റ് വിറ്റിട്ടായാലും തിരിച്ചു തരും. എൻ്റെ ചേച്ചിയായ എന്തെന്ന് ശശികല ചേച്ചിയുടെ പേരിൽ 15 സെന്റ് എഴുതി വെക്കുന്നു. ശശികല ചേച്ചി എല്ലാം വീട്ടും. ഞാൻ മരിക്കാൻ പോവാണ്. നീ മരിക്കാൻ പോണ ശശികല ചേച്ചിയാ വീട്ടുന്നത്. ആ ശശികല ചേച്ചി വീട്ടാന്ന് പറഞ്ഞാൽ ഇപ്പൊ ചേച്ചി വീട്ടാന്ന് സമ്മതിച്ചു കൊടുത്താ എഴുതി. ഞാൻ എങ്ങനെ സമ്മതിക്കണേ? നിങ്ങൾ സമ്മതിച്ച് എഴുതി വെച്ചിരിക്കും. കാണുന്ന കുട്ടിയുടെ കൂടി വസ്തു വാങ്ങിച്ചിട്ട് ഞാൻ എനിക്ക് കടം വീട്ടാൻ പറ്റുമോ? ഇത് കൊള്ളാം. എന്റെ വീടിന്റെ നട വന്നിട്ട് കൊച്ചിനെ കൊല്ലാനുള്ള ഏർപ്പാട് എഴുതി കൊടുത്തിട്ട് നിങ്ങൾ വീട്ടാൻ പറ്റുമോ? അങ്ങനെ വീട്ടാൻ പറ്റുമോ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ? എന്താണ് സംഭവം? കാര്യം പറ. എന്റെ അടുത്ത് മരിക്കാൻ പറഞ്ഞു. ഒരു സൊല്യൂഷൻ അതേ ഉള്ളൂ ജീവിതത്തിൽ, ഇനി മരിക്കാൻ പറഞ്ഞു. ഒരമ്മ ഒരു മക്കളോട് അങ്ങനെ പറയുവോ? മാഡം ഞാൻ കാര്യം പറയട്ടെ. നിങ്ങൾ ജനപ്രതിനിധിയാണ്. ആ ഒരു കുട്ടിയോട് വിഷം കഴിക്കണമെന്ന് പറഞ്ഞാൽ അപ്പൊ അത് വേണ്ട, അത് ചെയ്യരുത്, അതിന് പോയ വഴി ഉണ്ടെന്ന് മാഡം പറഞ്ഞു കൊടുക്കും. ആ കുട്ടിയോടെ കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ തന്നെയാണ് ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒരിക്കലും ചെയ്യാം. അതിനെ കൊണ്ട് ആഹാരം കഴിപ്പിക്കണമായിരുന്നു. ആഹാരം കഴിക്കാൻ എടുത്തു വെച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞ് കരഞ്ഞാലും പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കണ്ടേ? അതിൽ വിഷമെല്ലാം ചേർത്തിട്ടുണ്ടായിരുന്ന ആഹാരത്തില്? ഇതൊക്കെ പൊന്ന് ചേച്ചി എന്നെ ഇത് തന്നത്. വിഷോ ഇത്? എന്റെ ദൈവമേ, ഞാൻ കൂടെ കുടുങ്ങിയേനെ. എന്റെ വീടിന്റെ നടുവ് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ കുടുങ്ങണാര്? കൊള്ളാൻ ചേച്ചി. ഇപ്പൊ തന്നെ ഇവിടെ വന്നിരുന്നിട്ടാ ബാഗിൽ നിന്ന് തന്നു എടുത്ത്. ചേച്ചിയാണോ ഇത് എടുത്ത് കൊടുത്തത്? ചേച്ചി ചേച്ചിക്ക് ഇതെല്ലാം കൂടെ പോവോ അങ്ങ്? എടുക്കണമെന്നൊരു വലിയ മോഹം ഉണ്ടായിരുന്നു. മനുഷ്യ സംസാരിക്കുമ്പോ കണ്ണിൽ നോക്കി സംസാരിക്കണം. പറഞ്ഞു എന്റെ അടുത്ത്. എപ്പോ പറഞ്ഞു? വിഷവും തന്നു. ചേച്ചി ഓരോന്നിനും നിർബന്ധിച്ചിട്ട് ഇപ്പൊ അതിനെ എടുത്തിട്ട് അടിക്കുമ്പോഴാ ഞാനല്ലേ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ തന്നെ കൊണ്ടുവന്നത് തന്നെ. നീ കൊണ്ടുവന്നാരെ എനിക്കറിയേണ്ട കാര്യമല്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കോ? എന്റെ കൂടെ ഇല്ലാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വല്ല ഇതിനപ്പുറം നിങ്ങളെ സ്റ്റാഫ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് വരാതെ മാന്യമായിട്ട് ഒരു പുരുഷൻ എന്നുള്ള നിലയ്ക്കാണ് നിങ്ങളോട് സംസാരിച്ചത്. ഞാൻ ഇതുവരെ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ? എന്റെ സ്റ്റാഫിനോട് ഇതിപ്പോ ന്യായം ആരെ ഭാഗത്ത് ഇപ്പൊ ചാച്ചി അവിടെ സംസാരിക്കും. ഞാൻ ചാച്ചിയോടെ ചേട്ടന്റെ മുറ്റത്താണ് ഇത്രയും ബഹളം. എന്റെ മുറ്റത്ത് നടക്കണേ ഞാൻ അപ്പുറത്തെ ആള് തന്നെ ഞാനും. മാഡം ഞാൻ ഒരു കാര്യം എന്റെ സ്റ്റാഫുകളാണ്. നിങ്ങൾ ഒരു സ്റ്റാഫിനോട് പറഞ്ഞു ആത്മഹത്യ. നീ ഇവിടെ വന്നില്ലടേ. നീ ഇവിടെ പോണേ. ആ ഒരു സ്റ്റാഫിന്റെ പറഞ്ഞു ആത്മഹത്യ പറഞ്ഞു. രണ്ടാമത് സ്റ്റാഫ് അത് ചോദ്യം ചെയ്തപ്പോ അവർ എന്തിനാ മർദ്ദിക്കുന്നത്? എന്തിനാണ് ഇതെന്ത് മാന്യതാണ്? മാഡം ചെയ്യുന്നതല്ലേ കുട്ടി പറയുന്നത്? പിന്നെ എങ്ങനെ മാഡം ഞാൻ ആ കുട്ടി പറയുന്നത് മാഡം ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് അല്ല അവിടെയല്ലേ പറയല്ലേ? ലാസ്റ്റ് ചോദിക്കാണ് ഈ മാഡം പറഞ്ഞോ ഇല്ലയോ? പറഞ്ഞു. വിശകുപ്പിയും തന്നു. ചാടി കോണം അങ്ങോട്ട് പറയൂ. ഈ ചേച്ചി ഉണ്ടല്ലോ കള്ളത്തരമാണോ പറയുന്നത്? അല്ല ചേച്ചി. എന്നാ ഈ ചേച്ചി പറയുന്നത് സത്യം. ഞാൻ ഒരു കാര്യം പറയാം. നമ്മളെ സ്റ്റാഫിനെ തൊട്ട് പോരുത്. നിങ്ങൾ ഇത്രയും ഞാൻ അതിന്റെ അപ്പുറത്താണ്. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെയൊക്കെ പയറ്റി ഞാൻ അതിന് മുന്നേ പറ്റി തുടങ്ങിയോളൂ തന്നെ. കണ്ടാലും അറിയാം. അറിയാമല്ലോ. ഞാൻ ഒരു കാര്യം എന്നോട്
കൈ ചൂണ്ടി സംസാരിക്കാതെ നീങ്ങുന്നില്ലേ? എത്ര നീ വയസ്സിന് മാറുന്നില്ല. മൂത്തതായാലും ഞാൻ നിങ്ങളായിട്ട് സംസാരിച്ചില്ലല്ലോ. അതന്നെ, ഞാൻ കൊച്ചുമായിട്ട് എത്രയും വയസ്സിന് സംസാരിച്ചേ. മൂത്തതായാലും ഇത്രയും കള്ളത്തരം കാണിക്കാൻ പറ്റുമോ? ഇത്രയും കള്ളത്തരം നിങ്ങൾ കാണിക്കുന്നില്ലേ? നീ എന്നോട് എന്ത് ഇത്രയും കാണിക്കാൻ കള്ളത്തരം കാണിക്കുന്നുണ്ടോ? ഇത്രയും കള്ളത്തരം നിങ്ങൾ കാണിക്കുന്നുണ്ടോ? എന്തിനെ കൈ ചൂണ്ടി അപ്പൊ സംസാരിക്കണേ? പിന്നെ നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ ഇത്രയും സംസാരിക്കും. ധിക്കാരമൊന്നും കാണിക്കല്ലേ കൊച്ചാ നീ? എന്താ നിനക്ക് എത്ര ധിക്കാരം? വയസ്സായി? എത്ര വയസ്സായെന്ന് വെച്ച് സംസാരിക്കണ്ടേ? നിന്നെ കണ്ട് എത്ര നാക്കെന്നത് നാക്കെന്നത് ഇതൊക്കെ എവിടത്തേക്ക് സംസാരിക്കാനായിട്ടാണ്. പോകും? ഇതെവിടെ തെല്ലും? എവിടെയായാലും പോകും. ഇത്രയും വളർന്നത്. എവിടെ തന്നെ പോകും. എവിടെ പോവും എവിടെ പോവും ഇതൊക്കെ എവിടെ പോകും? എവിടെ പോവും നിങ്ങൾ എവിടെ പോണേ? പേട്ട വരെ പോവും പേട്ട വരെ പോവും അല്ല, മനസ്സിലായില്ല. നിന്നെ കണ്ടാലേ അറിയാം നീ എന്തേലും തന്നെ എന്തേലും വെച്ച്. കണ്ടാൽ അറിയാം. എന്തേലും മനസ്സിലാക്കി. കണ്ടാൽ അറിയാം. നിന്നെ കണ്ടപ്പോഴേ മനസ്സിലാക്കി. എന്തേലും മനസ്സിലാക്കി. പിന്നെ നിങ്ങളെ കണ്ടപ്പോഴേ എനിക്ക് അപ്പോഴേ മനസ്സിലായി. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ചാച്ചി. പുറത്ത് കുതിര പറഞ്ഞാ ചാച്ചേ ഇതേ ഇവരയച്ച് നമ്മളെ പേട്ടേന്നാണ് നമ്മുടെ കൗമുദി ടിവിയുടെ ഓമൈ കൊടുക്കുന്ന പരിപാടി അയച്ച ടീമാണ് തന്നെ നിങ്ങൾ അങ്ങനെ അത് തന്നെ അവിടെ തന്നെ വന്നത്. വന്നാൽ എനിക്കെന്തോന്ന്? അതെന്നെ ചാച്ചി ഇതേ കൗമുദി ടിവിയുടെ ഓമൈ ഗോഡ് എന്ന് പറഞ്ഞ പരിപാടിയായിരുന്നെന്ന് അത് അങ്ങോട്ട് നോക്ക് അവര് എവിടെയും വന്നാലും അല്ല അവിടെ നിന്ന് അയച്ചു നിങ്ങളെ അനിയ വേലപ്പ ഉണ്ടല്ലോ എവിടെ? ഇപ്പൊ വരും കൊണ്ട് അനിയ വേലപ്പ ഇങ്ങ് വരി ഇതാ കയ്യാണ് കൊണ്ടുപ്പെടുത്തി തന്നത് നിങ്ങളെ മനസ്സിലായ നമ്മളെ പൊതുപ്രവർത്തക ശശികല ചേച്ചി എന്തിന് എന്നെ കൊണ്ടുവന്ന് ഇതിൽ കൊണ്ടുവന്നു? എന്തിനിങ്ങനെ കൊണ്ടുവന്ന് ആക്കിയത് എന്താണ് കാര്യം? ഗ്ലാം റൂം യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ പാറ്റൂർ റോഡ് വഞ്ചൂർ നൽകുന്ന സമ്മാനം സ്കിനാറ്റോ സൺസ്ക്രീൻ ലോഷൻ നൽകുന്ന സമ്മാനം മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്കര നൽകുന്ന സമ്മാനം നാടറിയട്ടെ നാവിലൂടെ ബോധിനി ഫുഡ് പ്രോഡക്ട്സ് നൽകുന്ന സമ്മാനം ഗുണവും മണവും മേന്മയുമുള്ള BB കായം നൽകുന്ന സമ്മാനം ക്ലീൻസർ ലിക്വിഡ് ഡിറ്റർജന്റ് നൽകുന്ന സമ്മാനം